ദേശീയ ശാസ്ത്ര അവബോധ ദിനം ഓഗസ്റ്റ് 20. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അവതരിപ്പിക്കുന്ന തെരുവ് നാടകം. ഹിമാലയ സാനുക്കളിൽ നിന്നും അദൃശ്യ ഗുഹകളിൽ ഇരുട്ടു മാത്രമുള്ള വെളിച്ചം തീരെ കടക്കാത്ത വലിയ ഗുഹകളിൽ സ്ഥിരമായി താമസിക്കുന്ന ജ്ഞാനചൂഷണാനന്ദ സ്വാമികൾ ഇതാ നമ്മുടെ ഗ്രാമത്തിലും അദ്ദേഹത്തിന്റെ പാദസ്പർശം എത്താൻ പോകുന്നു. നാം എല്ലാവരും അക്ഷമരായി കാത്തിരിക്കുന്ന ആ ജ്ഞാനചൂഷണാനന്ദ സ്വാമികൾ അദ്ദേഹത്തിന്റെ പാദസ്പർശം ഇവിടെ എത്താൻ പോകുന്നു. നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ വരവേൽക്കാം. നമുക്ക് എന്ത് പറയാമോ സ്വാമിനോട്? എന്ത് കാര്യവും പറയാം. എന്തിനുമുള്ള അദ്ദേഹത്തിന്റെ അറിവ് അപാരം തന്നെ ആണോ? ജീവിതത്തിലെ എന്ത് പ്രശ്നവും ഏത് പ്രശ്നവും പൊറുതി മുട്ടിയിരിക്കുന്ന അവസ്ഥയിൽ നാം അദ്ദേഹത്തോട് പറയുകയേ വേണ്ടു. മറുപടിയും ഞാനിത് എല്ലാരോടും പറയട്ടെ? തീർച്ചയായും സോദര പറയൂ. ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ സ്വാമികൾ ഇതാ എത്തിയിരിക്കുന്നു. ഭക്തന്മാർക്കും ആശ്രിതർക്കും എന്തും പറയാം. ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നീറുന്ന പ്രശ്നങ്ങളാണ്. ഇതിനെല്ലാത്തിനും പരിഹാരമായി ഇതാ നമ്മുടെ തിരുവടികൾ സ്വാമി ജ്ഞാനചൂഷണാനന്ദ നമ്മുടെ ഗ്രാമത്തിലും എത്തിയിരിക്കുന്നു. വരൂ വരൂ. എന്താണ് പ്രശ്നം? ഞാന് ഈ പ്രമേഹത്തിന്റെ ഗുളിക കുടിച്ച് എന്റെ കിട്ടിയൊക്കെ പോയി. എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞു തരുമോ സ്വാമിയെ? ഞാൻ മെഡിക്കൽ കോളേജ് അതുപോലെ എല്ലാ ഹോസ്പിറ്റലും കയറി എന്റെ കിട്ടി പോയി. സ്വാമി എന്തെങ്കിലും ഒരു മരുന്ന് തരും സ്വാമിയെ. തീർച്ചയായും അദ്ദേഹത്തിന്റെ കയ്യിൽ, അതായത് ഞാൻ പറഞ്ഞു, ഒട്ടേറെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമായാണ് നമ്മുടെ തിരുവടികൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് സ്വീകരിക്കാം. സ്വാമി, ഇതാ നമ്മുടെ കരിമല ബാബ ഇവിടെ എത്തിയിരിക്കുന്നു. കരിമല ബാബ, എന്താണ് നിന്റെ പ്രശ്നം? പ്രമേഹത്തിന്റെ മരുന്ന് കൊടുത്തു എന്റെ കിട്ടിയൊക്കെ പോയി. ഒന്നൊരു മരുന്ന് പറഞ്ഞു തരും സ്വാമിയെ. നമ്മുടെ ജ്ഞാനദൃഷ്ടിയാൽ നാം എല്ലാം അറിയുന്നു. ഈ പ്രമേഹ രോഗം മാറുന്നതിനുള്ള ദിവ്യമായ ഒരു ഔഷധം നമ്മുടെ ഗുരു നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നു. നാം ആ ഔഷധം ഈ ശിഷ്യനിൽ പ്രയോഗിക്കാൻ പോവുകയാണ്. ഇതാ ഹിമാലയ സാനുക്കളിൽ വളരുന്ന ദേവദാരു വൃക്ഷത്തിന്റെ വടക്കോട്ട് വളർന്ന വേര്. വടക്കോട്ട്? അതെ, വടക്കോട്ട് മാത്രം വളർന്ന വേര് നാം ഊരിട്ടുള്ള അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് ചെന്ന് ശേഖരിച്ച് അതുകൊണ്ടുണ്ടാക്കിയ ദിവ്യ ഔഷധമാണ് നാം ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ ശിഷ്യനിൽ നാം അത് പരീക്ഷിക്കാൻ പോവുകയാണ്. കരിക്കട്ടല്ലേ? അല്ലേ, കരിക്കട്ടല്ലേ? ചിലർക്കിത് കരിക്കട്ടയാണെന്ന് തോന്നാം. അത് വെറും മായ കാഴ്ചയാണ്. നമ്മുടെ
ദിവ്യമായ കരങ്ങൾ ഇതിൽ സ്പർശിക്കുമ്പോൾ ഇത് പഞ്ചദ്രവ്യമായി മാറാൻ പോകുകയാണ്. ആ പഞ്ചദ്രവ്യം ഉപയോഗിച്ച് നാം ഈ രോഗിയുടെ എല്ലാ രോഗങ്ങളും നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമാക്കാൻ പോവുകയാണ്. എന്തൊരു സിദ്ധി! ഓം ഗുരുവേ നമഃ. ഭയങ്കരം ഭയങ്കര ഹലോ, എന്തൊരു അത്ഭുതം! അയ്യോ, കൈയടിക്കാതെ വയ്യ. എന്തൊരു സിദ്ധിയാണ്! നേരെ തപസ്, അത്ഭുതം. നേരെ തപസ്സിലൂടെ മാത്രം സിദ്ധിച്ച ഈ ഒരു നമ്മുടെ ദിവ്യമായ കഴിവിന്റെ ഏതാനും ചിലത് മാത്രമാണ് നാം ഇവിടെ ശിക്ഷന് വേണ്ടി പുറത്തെടുത്തിരിക്കുന്നത്. അല്ല, ഈ ജ്ഞാനാനന്ദ സ്വാമികള് സാധാരണ നമ്മളെ പോലെ ഭക്ഷണം കഴിക്കാറില്ല എന്നും ഒക്കെയാണല്ലോ കേട്ടിരുന്നത്. സത്യമല്ലേ? ഇതാ പറയാൻ പോകുന്നു, കേട്ടോളിൻ. ഈ ജ്ഞാന ചൂഷണാനന്ദ സ്വാമികൾ അദ്ദേഹം അഗ്നിയാണ് ഭക്ഷിക്കാറ്. വർഷങ്ങളോളം ഗുഹയിൽ കഴിഞ്ഞ ഈ ഒരു മനുഷ്യന്റെ ഭക്ഷണം എന്താണെന്ന് അഗ്നിയാണ്. അഗ്നി അല്ല, ഈ ഗോളങ്ങളാണ് അദ്ദേഹം ഭക്ഷിക്കുന്നത്. നമുക്കൊന്ന് നോക്കാമല്ലോ. അദ്ദേഹം ഘോര തപസ്സനുഷ്ഠിച്ച് നേടിയ ഒട്ടേറെ സിദ്ധികളാണ്. പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ ഭക്ഷണം അഗ്നിഗോളങ്ങളാണ്. അയാൾ തീയുണ്ട് തിന്നാനോ? തീയുണ്ട് വിഴുങ്ങും അദ്ദേഹം. നമുക്ക് നോക്കാമല്ലോ. വർഷങ്ങളോളം തപസ് ചെയ്ത് കിട്ടിയ ഒരു വലിയ കഴിവാണ്. എന്തൊരു അത്ഭുതം! ഭയങ്കരം തന്നെ. വീണ്ടും വിഴുങ്ങുകയോ? അതാ വീണ്ടും വിഴുങ്ങുന്ന മഹാത്ഭുതം തന്നെ, മഹാത്ഭുതം. എങ്ങനെ കൈയടിക്കാതിരിക്കും? ഇനി മാത്രമാണോ ഇദ്ദേഹത്തിന് മറ്റൊരു സിദ്ധി കൂടി വന്നിരിക്കുന്നു? ആണോ? എന്താണ്? അതായത് നാമൊക്കെ ദീപം കത്തിക്കുന്നത്, തീ കത്തിക്കുന്നത് എണ്ണ കൊണ്ടും മണ്ണെണ്ണ കൊണ്ടും ഒക്കെ ആണ്. എന്നാൽ ഇദ്ദേഹം അങ്ങനെയല്ല. നാട്ടാരെ, ഇദ്ദേഹം പച്ചവെള്ളം കൊണ്ടാണ് തീ കത്തിക്കുന്നത്. ഒന്ന് പരിശോധിക്കാം. ആണോ? ഓം ഗുരുവേ നമഃ. അതാ നമുക്കൊന്ന് കാണാമല്ലോ. എല്ലാവരും വെള്ളം പരിശോധിച്ചു കഴിഞ്ഞു. നമ്മുടെ ദീപത്തിന് തിരി ആവശ്യമില്ല. തിരിയില്ലാത്ത ദീപമാണ് നാം കൊളുത്താൻ ആഗ്രഹിക്കുന്നത്. വെള്ളം ഒഴിക്കുന്നത് ഗ്ലാസ്സില് വിളക്കണം. കണ്ടില്ലേ, അദ്ദേഹം ശുദ്ധമായ പച്ചവെള്ളമാണ്. എന്തൊരു കഴിവാണ്! ജ്ഞാനചൂഷണാനന്ദ സ്വാമികൾ തന്നെ. ഓ, അത്ഭുതം, അത്ഭുതം. ഈ സ്വാമിയെ നമുക്ക് കിട്ടിയത് എത്ര നന്നായിരുന്നു. വെളിച്ചെണ്ണയ്ക്ക് എന്താ വില! എന്തായാലും അദ്ദേഹത്തിന്റെ സിദ്ധി അപാരം തന്നെ, അപാരം. ആരോ ആരോ വരുന്നുണ്ടല്ലോ. ആരോ വരുന്നുണ്ടല്ലോ. കാണണോ? അയ്യോ, ഒരു അച്ഛൻ ഒരു മോളെ കൊണ്ട് വരുന്നുണ്ടല്ലോ. മോൾക്ക് കേൾക്കാൻ വയ്യ. ഇവർക്ക് ആരോ കൈവശം കൊടുത്തു സ്വാമി. എന്താ പറ്റിയെന്ന് പറഞ്ഞോളൂ. ആരോ കൈവശം. എന്താ പറ്റിയത്? ആണോ? ഇരിക്കൂ. കാണാമോ സ്വാമി? ഓ, തീർച്ചയായും എല്ലാത്തിനും പരിഹാരം നമ്മുടെ ജ്ഞാനചൂഷണാനന്ദ സ്വാമികളുടെ കൈവശമുണ്ട്. ഇരിക്കൂ സഹോദരി, ഇരിക്കൂ. കൈവിഷം കൊടുത്തു. എന്തൊക്കെ മായാജാലങ്ങളാ, എന്തൊക്കെയാ പറയാ. എന്റെ മോളെ ഭക്ത, നാം എല്ലാം അറിയുന്നു. എങ്കിലും പറയൂ,
എന്താണ് ഈ മകളുടെ പ്രശ്നം? ഇവൾക്ക് ആരോ കൈവശം കൊടുത്തു വിടോ. അവൾ നല്ലോണം പഠിക്കുകയും ആടുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന കുട്ടിയാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് യാതൊരു മുറിയാത്തതില്ലാതെ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ രക്ഷിക്കും സമയം. നാം എല്ലാം അറിയും. കൈവിഷമാണ്, കൊടിയ കൈവിഷം. ഈ ഭക്തയെ രക്ഷിക്കാൻ ഇനി നമുക്ക് അതിഘോരമായ ഒരു കർമ്മം അനുഷ്ഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ഗുരു നമ്മെ പഠിപ്പിച്ച ആ ഘോരമായ കർമ്മം ചെയ്യുന്നതിനുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവരൂ. അതെ, നാം ഈ കൊടിയ കൈവിഷത്തെ ഈ വെള്ളം ഉപയോഗിച്ച് ആവാഹിക്കാൻ പോവുകയാണ്. ആവാഹിച്ച് ഈ അഗ്നിയിൽ ഞാൻ ഹോമിക്കുന്നതാണ്. മകളെ, അല്പം വെള്ളം പാനം ചെയ്താലും എന്താ അത് ശുദ്ധജലമാണോ? ശരി, അല്പം വെള്ളം വായിലേക്ക് എടുക്കൂ. അത് പാനം ചെയ്യരുത്. ശുദ്ധജലമാണ് കൊടുത്തിരിക്കുന്നത്. കുടിക്കല്ലേ മോളെ, സ്വാമി പറഞ്ഞത് കേട്ടിക്കല്ലേ. മോളെ, കൈവശം മാറണ്ടേ, കുടിക്കല്ല. എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് എല്ലാ രോഗവും മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഇതാ ഈ പാത്രത്തിലേക്ക് ഒന്ന് തുപ്പും. അത്ഭുതമായിരിക്കുന്നല്ലോ. ഇതാ നമ്മുടെ ദിവ്യമായ ആ തപശക്തി കൊണ്ട് എല്ലാ രോഗവും മാറ്റി. കണ്ടില്ലേ എത്ര സന്തോഷവതിയാണ്. കണ്ടില്ലേ, മലമേലെ വന്നത് മഞ്ഞുമേലെ പോയി. ദ്രവ്യം നമ്മുടെ കൈ കൊണ്ട് നടക്കുന്ന കുട്ടിയല്ലേ പോയിരിക്കുന്നത്. കൊടിയ കൈവിഷം തന്നെ. കഷ്ടം. എത്ര പേർക്കാണ് ഇങ്ങനെയൊക്കെ കൈവിഷം എന്നും പറഞ്ഞ് നമ്മുടെ ബാബ, നമ്മുടെ സിദ്ധൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. എല്ലാ കൈവശങ്ങളും തീർത്ത് അതാ കുട്ടി പോയി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ സിദ്ധന്റെ സിദ്ധി അപാരം തന്നെ. എന്തൊക്കെ ഇനി കാണാനിരിക്കുന്നു. അയ്യോ അയ്യോ, ഒരു കൊണ്ടുവരുന്നുണ്ട്. കൊണ്ടുവരുന്നു. ഹലോ, അയ്യോ 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 അയ്യോ, അവിടെ ഇരുത്തിക്കൂ, അവിടെ ഇരുത്തിക്കൂ, അവിടെ ഇരുത്തിക്കൂ, ഇരുത്തിക്കൂ. നമ്മുടെ ഉസ്താദാണ്. കളറിൽ കണ്ട് ഉസ്താദിനെ വിളിക്കൂ. കളറിൽ കണ്ട് ഉസ്താദിനെ വിളിക്കൂ. ഉസ്താദിനെ വിളിക്കൂ. കളറിൽ കണ്ട് ഉസ്താദിനെ വിളിക്കൂ. ഇതേത് ജിന്ന് ബാധിച്ചത് തന്നെ. അതെ, ഉസ്താദ് വിളിക്കൂ. ഉസ്താദ് വന്നാൽ ഒന്ന് പിടിച്ചു നിർത്തൂ, ഒന്ന് പിടിച്ചു നിർത്തൂ. കഷ്ടം കഷ്ടം. ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടങ്ങളാണ് ഇവിടെ പരിചയപ്പെടുന്നത്. കഷ്ടം തന്നെ, കഷ്ടം. കണ്ടൂടാ. ഒരേ ഒരു ശരണം, ഒരേ ഒരു കളരിക്കണ്ടി ഉസ്താദ്. എന്താ ഇവിടെ ഒരു ബഹളം? ഒരാഴ്ച ചെങ്ങായിന്റെ മേലെ കൂടിയിരിക്കുന്ന ജിന്ന് ഏതാന്ന് ഞമ്മക്കറിയാം. അത് ഇപ്പം ദുബായി പോയി. സംശയമല്ല, ഇത് അറബി ജിന്നാണ്. അതാണ് ഇത്ര ശക്തിയുള്ള ജിന്നിനെ ഈ ഇവന്റെ മേലെ നിറക്കാൻ ഈ ഭൂമി മലയാളത്തിലും ഇംഗ്ലീഷിലും ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. എന്താ അതിന്റെ കാര്യം എന്ന് വെച്ചാല്, എന്റെ ഉസ്താദ് ഇത് എനിക്ക് മാത്രമേ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. കണ്ടില്ലേ എന്തൊരു ചൂടാ എന്റെ തലയിൽ അറിയോ?
ലാ ഹൗല വലാ ഖുവത. യാതൊരു ചൂട് ഞാൻ ഇതുവരെ കണ്ടില്ല. പക്ഷേ ഒരു തന്ത്രണ്ട്, ഒരു മന്ത്രണ്ട് നമ്മളെ കയ്യില്. നമ്മള് ഇവന്റെ തലയിലെ ചൂട് കൊണ്ട് ഞാനൊരു ചായ ഉണ്ടാക്കാൻ പോയി. ആ ചായ ഉണ്ടാക്കിട്ട് ഇവനെ തന്നെ കുടിപ്പിച്ചാല് ആദ്യം ചായ ഉണ്ടാക്കട്ടെ ചങ്ങായെ, എന്നിട്ട് എനിക്ക് ഉള്ളിവടയും പരിപ്പുവടയും ഒക്കെ ഉണ്ടാക്കി തരാം. ഇവന്റെ തലേന്ന് ചായ മാത്രല്ല കോഴി ബിരിയാണിയും വെക്കും. വേണ്ടി വന്നാല് കുഴിമന്തി വരെ ഞാൻ ഉണ്ടാക്കും. അതാണ് ഈ ഉസ്താദ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഈ ചൂടൊന്നും നോക്കാനില്ല. അത് നമ്മൾ ആവാഹിക്കാൻ പോവാണ്. ഇമാതിരി ഒട്ടേറെ ജിന്നുകളെ നിലക്ക് നിർത്തിയ ഉസ്താദാണ് കളരിക്കണ്ടി ഉസ്താദ്. അവിടെ ഇനി ചെയ്താനെ മാത്രല്ല ആകാശത്തുകൂടെ പറക്കുന്ന ജിന്നിനെ തോണി വെച്ച് പിടിച്ച ഉസ്താദാണ് നമ്മളെ കളരിക്കണ്ടി ഉസ്താദ്. നമ്മളുടെ കളി ജിന്നിനെ എപ്പം ശരിയാക്കും. വലിയ പണിയാണ് കേട്ടോ ഈ ജിന്നിനെ ഒഴിവാക്കുന്ന പണി. ആവൂല. ചായ തളച്ചല്ലോ. ഇരിക്കുന്ന പണി കുത്തിരിപ്പ് കണ്ടില്ലേ? ജിന്ന് ഗ്ലാസ് കൊടുക്കി ജിന്ന് വരട്ടെ. കൊടുക്കി ചായ വാരി. ഇമാതിരി പല ജാതി ജിന്നുകളെ പറപ്പിച്ചവനാണ് കളരിക്കണ്ടി ഉസ്താദ്. ഭൂമി മലയാളത്തിലും ഭൂമി ഇംഗ്ലീഷിലും ആരും മൂപ്പർ തോൽപ്പിക്കാനില്ല. എന്തിനേറെ ഉസ്താദിനെ കണ്ടു വണങ്ങിയാലുണ്ടല്ലോ ഈ ജിന്ന് മാറ്റിയെല്ലാം കണ്ടില്ലേ? കണ്ടില്ലേ എത്ര സന്തോഷവാനായിട്ടാണ് ആ ചെറുപ്പക്കാരൻ ചായ കുടിക്കുന്നത്. കളരിക്കണ്ടി ഉസ്താദ് ഉസ്താദല്ല, ഒരു ഒന്നൊന്നര ഉസ്താദാ. ഭയങ്കര ചെറുപ്പക്കാരാ ഇങ്ങനെ ജിന്നുകളെ കൊണ്ട് നടക്കുന്നത്. ജിന്നുകളെ പറപ്പിക്കാൻ പറ്റിയ കളരിക്കണ്ടി ഉസ്താദ്. ഇത് ഞങ്ങളെ മുത്താണ് ഉസ്താദേ, മുത്താണ്. കണ്ടില്ലേ ഒരു സന്തോഷം. സന്തോഷായി ദോഷം തന്നെ എന്ത് പറയാനാ? തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് ജീവിക്കണ്ട. അറിയോ നിങ്ങൾക്ക്
ഇങ്ങനത്തെ മുന്നിലാ ഞാൻ ചായയും പലഹാരം കൊണ്ട് കൊടുത്ത് ഒരൊറ്റ കല്യാണമാണോന്ന് എനിക്ക് ശരിയാവുന്നില്ലാന്ന്. ദോഷാണോ അല്ലേ? ജാതക ദോഷമായി, ചൊവ്വാ ദോഷം. ആ, ചൊവ്വാ ദോഷം തന്നെ. എന്താ ദോഷം പറഞ്ഞത്? എന്റെ കുറ്റം കൊണ്ടാണോ ഞാൻ എനിക്ക് ചൊവ്വാ ദോഷം ഉണ്ടായത്? ഏത് സമയം അച്ഛനും അമ്മയും ഒരേ ഒരു സ്വൈര്യം എനിക്ക് തരുന്നില്ല. ഓരോ പുരയിലേക്കും എനിക്ക് പോയിക്കൂടാ. ദോഷാണോ അല്ലേ? ദോഷം. എന്ത് ദോഷം? ചൊവ്വാ ദോഷം. സഹോദരി, നമുക്ക് പരിഹാരമുണ്ടാക്കാം. അതോ നമ്മളടുത്ത് എല്ലാത്തിനും പരിഹാരമുണ്ട്. ഇവിടെ എന്തിനും ചൊവ്വയല്ല ബുധനല്ല, ഏതിനും ഇവിടെ പരിഹാരമുണ്ട്. പരിഹാരം ഞാൻ കണ്ടുള്ളൂ. ഞാൻ അവസാനിപ്പിക്കാൻ പോകാം. അങ്ങനെ ഒന്നും ചെയ്യരുത് സഹോദരി. നമുക്ക് എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാം. ഇന്ത്യയിലല്ല, ചൈനയിലല്ല, അമേരിക്കയിലെ ചൊവ്വയെ പിടിച്ചു കെട്ടിയ മീറ്റാ ബാബ വരുന്നുണ്ട് നമുക്കിവിടെ. നമുക്കൊരു കർണാടകയിലെ ബെൽത്തമാടി എന്നല്ല വരുന്നത്. കർണാടകയിൽ വരുന്നൊരു സഹോദരി ഒന്ന് വണങ്ങോ. നമ്മുടെ എന്താണ് ഈ സഹോദരി? മീറ്റാ ബാബ വരുന്നുണ്ട്. ഞാൻ മീട്ടാ ബാബ. നമ്മുടെ ശരീരത്തിലെ ഓരോ അണുവിലും ദിവ്യമായ ഔഷധങ്ങളാണ്. അതെ, മീട്ടാ ബാബ. ഞാനേ എനിക്കിനി ജീവിക്കണ്ട. ഞാനേ ജീവിതം മടുത്ത് മരിക്കാൻ വേണ്ടി പോകാം. ഇനി എന്തായാലും ഭരിക്കുന്നത് എന്റെ ജാതകത്തില് ചൊവ്വാദോഷാണല്ലോ. അതുകൊണ്ട് എനിക്ക് ഒരു കല്യാണം നടക്കുന്നില്ല. എനിക്ക് ഒരു സ്ഥലത്തേക്കും പോകാൻ കഴിയുന്നില്ല. മകളെ, കുറ്റം കൊണ്ടാണോ സ്വാമി ഞാൻ ചൊവ്വാദോഷമുള്ളതായത്? മകളെ, ഇതിന് പരിഹാരമുണ്ട്. അതേ ചൊവ്വാദോഷമുള്ള ഒരാളെ കണ്ടുപിടിച്ച് നിനക്ക് വിവാഹം കഴിക്കാമല്ലോ. അതല്ല സ്വാമി, ചൊവ്വാദോഷം മാത്രമാണോ? മനസ്സിനാണെങ്കിൽ ഒരാള് വേണ്ടേ? അതും ശരിയാണ്. മനപ്പൊരുത്തം കൂടി വേണമല്ലേ? എങ്കിൽ നിനക്ക് മനപ്പൊരുത്തമുള്ള ഒരു വരൻ ലഭിക്കുന്നതിന് വേണ്ടി നാം ഇതാ ദിവ്യമായ ഒരു ഔഷധം നൽകാൻ ആഗ്രഹിക്കുന്നു. പരികർമ്മി. സന്തോഷായി സ്വാമി, സന്തോഷായി. എല്ലാത്തിനും പരിഹാരമുള്ള നമ്മുടെ മീട്ടാ ബാബ ഉള്ളപ്പോ നാം എന്തിനാണ് ദുഃഖിക്കുന്നത്? പച്ചവെള്ളത്തിലാ എന്റെ ദോഷം മാറ്റുന്നത്. കണ്ടില്ലേ സഹോദരി? അടങ്ങു സഹോദരി. ഈ ഭക്തയ്ക്ക് നമ്മിൽ മീട്ടാ ബാബയെ അനുസരിക്കൂ. നമ്മെ വിശ്വസിക്കുന്നു എങ്കിൽ നല്ല മധുരണ്ട്. കുടിച്ചോക്കി, വാങ്ങി കുടിച്ചോക്കി, നല്ല മധുരണ്ട്. പച്ചവെള്ളമല്ല. എല്ലാ അസുഖങ്ങളും മാറ്റാൻ കഴിവുള്ള ദിവ്യമായ ഔഷധമാണ് നാം നൽകുന്നത്. നമ്മുടെ കരസ്പർശമേൽക്കുന്നതോടുകൂടി ദിവ്യ ഔഷധമായി മാറുകയാണ്. തൊട്ടാലൊക്കെ മധുര. ഭക്തേ, നീ നമ്മിൽ വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും നിനക്ക് അനുയോജ്യനായ ഒരു വരന് തന്നെ ലഭിക്കും. എന്തൊരു സന്തോഷം കണ്ടില്ലേ? എങ്ങനെ കയറെടുത്ത് വന്ന ആളാണ്. കണ്ടോ, ചൊവ്വയില്ല, ബുധനുമില്ല, ഇപ്പൊ എന്തായി? വല്ലാത്തൊരു മീട്ടാ ബാബ തന്നെയാണ്. കണ്ടില്ലേ? ഇതൊക്കെയാണ് വെറുതെ. ഈ ഒരു ബാബയെ നമുക്ക് കിട്ടിയാൽ എന്തൊരു സുഖായിനെ. നമുക്ക് ചൊവ്വ ഉണ്ടാവേ ഇല്ല. സന്തോഷം, സന്തോഷം ബാബ, സന്തോഷം. സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചോ? ഇതെല്ലാം ബാബയുടെ ഒരു കളിയല്ലേ? ഈ വന്ന് പോയതൊക്കെ അദ്ദേഹത്തിന്റെ ചില ആൾക്കാരാ. തട്ടിപ്പാന്നോ? ശുദ്ധ തട്ടിപ്പ്. ഇതിനെത്ര ഭംഗിയായിട്ട് മജീഷ്യന്മാർ ഇതൊക്കെ കാണിക്കും. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവില്ലേ? മജീഷ്യന്മാർ ഇതിലും ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കും. അതറിയില്ലേ? എവിടെ ബാവ? തട്ടിപ്പോ എന്താണ്?
നിങ്ങൾ എന്തോ കയ്യൊക്കെ കെട്ടി നിൽക്കുന്നു. എന്തോ ഒരു വിഷമമുണ്ടല്ലോ, എന്തോ വിഷമമുണ്ട്. അതല്ലേ ആ വിഷമത്തിൽ നിന്ന് പ്രോജ്വലനമാണ് അദ്ദേഹം നമ്മളെ കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജ്വൽപ്പനം അതൊന്നുമല്ല, എന്തോ ഒരു വിഷമം അദ്ദേഹത്തിന്റെ മുഖത്ത് തട്ടിക്കളിക്കുന്നുണ്ട്. കണ്ടില്ലേ പാവം. അതെ അതെ അതെ, എന്തോ ഒന്ന് അലട്ടുന്നുണ്ട്. ഞാൻ പറയട്ടെ നമ്മുടെ ബാബ വരും. അയ്യോ, സാമ്പത്തികമല്ലാതെ എന്തു പറയാനാ? ബാബമാരൊക്കെ സഹായിക്കുന്നവരാണല്ലോ. ഇരിക്കൂ, നിങ്ങൾ ഇരിക്കൂ, എന്നിട്ട് സമാധാനത്തോട് നോക്കൂ. മകനെ, എന്തോ ഒരു പ്രശ്നം നിന്നെ അലട്ടുന്നുണ്ടല്ലോ. നാം ജ്ഞാനദൃഷ്ടിയിൽ കാണുന്നു. അത് സാമ്പത്തിക പ്രശ്നമാണോ? തുറന്നു പറയൂ, നമ്മോട് പറയൂ, എന്താണ് യഥാർത്ഥത്തിൽ നിന്റെ പ്രശ്നം? എന്റെ മകളുടെ കല്യാണം അടുത്ത ആഴ്ചയാ സ്വാമി. 5 പൈസ കയ്യിലില്ല. അതല്ലേ, കണ്ടോ, ബെൽത്തങ്ങാടി ബാബയ്ക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. ദിവ്യദൃഷ്ടിയാ, കണ്ടില്ലേ ദൃഷ്ടി. നിന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ നാം ഒരു ദിവ്യമായ പ്രവൃത്തിയിലൂടെ പരിഹരിക്കാൻ പോവുകയാണ്. നമ്മ വിശ്വസിക്കുന്നുവോ? എഴുന്നേൽക്കൂ. എന്തൊരു ദിവ്യാണ്. വളരെ അത്ഭുതമായിരിക്കുന്നു. കണ്ടുവോ, ഒരു വലിയ സ്വർണമാല. മകനെ, വലിയൊരു സ്വർണമാല. എങ്കിൽ അടുത്ത ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കൂ. പണിക്കൂലിയോ പണിക്കുറവോ ഇല്ലാത്ത ഒരു അത്ഭുത സിദ്ധിയുള്ള മാല. കൊണ്ടുപോകൂ, ബാങ്കിൽ പണയം വെക്കൂ, മകളുടെ കല്യാണം നടത്തൂ. എല്ലാവർക്കും ഇങ്ങനെ മാല കിട്ടുവോ? പറയാനൊന്നും പറ്റില്ല. ചിലരുടെ ഭസ്മമാണത്തെ. ഭസ്മം. അയ്യോ, ഒരു സാധു വരുന്നു. എന്താ? ഹലോ, ആരാ? അടുത്തേക്ക് വരൂ. ആരാ? എന്താ സ്വാമി? എന്താണ്? എന്താണ്? അയ്യോ, ദിവസമായി മരിച്ചു. ഗംഗാജലം കിട്ടുന്നത്. എന്താ കിട്ടുക? എന്താ വേണ്ടത്? ഗംഗാജലം. ഗംഗാജലമോ? ഗംഗാജലമോ? ഓൺലൈനിലായിട്ട് കുറച്ച് ഗംഗാജലം കൊണ്ടെത്തിനു. ആ കുരുത്തം കെട്ടൊക്കെ ബ്രാൻഡി പാർന്ന് കുടിച്ചാന്ന്. ക്ഷമിക്കുക, കണ്ടോ ഗംഗാജലത്തിന് ഇരിക്കൂ. എന്തൊരു ധൃതിയ, ഗംഗാജലം കിട്ടിയില്ലെങ്കിൽ അച്ഛന്റെ ഒക്കെ ഒരു കാര്യം. തീർച്ചയായിട്ടും ഗംഗാജലം കിട്ടിയില്ലെങ്കിൽ അച്ഛന്റെ മരണശേഷം പാപം കിട്ടുമത്രേ. കഷ്ടം തന്നെ. നിങ്ങളെന്താ തിരിഞ്ഞു കളിക്കുന്നു? പ്രാർത്ഥിക്കൂ. എല്ലാത്തിനും പരിഹാരമായി തീർത്ഥാനന്ദ ബാബ, തീർത്ഥാനന്ദ സ്വാമികൾ ഇതാ വരുന്നു. തീർത്ഥാനന്ദ സ്വാമികൾ. എന്താണ് ഈ ഭക്തന്റെ പ്രശ്നം? ദിവസമായി മരിക്കാൻ കിടക്കുന്നു. ഗംഗാജലം കുടിച്ചിട്ട് അദ്ദേഹം മരിച്ചു. എന്തെങ്കിലും ഒന്ന് ദേശം വെള്ളം തരുന്ന സ്വാമിയെ ഒന്ന് രക്ഷിക്കാനാ, എന്റെ അച്ഛനെ രക്ഷിക്കാനാ. അതിനാണ് നാം ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നത്. നിന്റെ പ്രയാസം നാം ജ്ഞാനദൃഷ്ടിയാൽ കണ്ടിരിക്കും. ഇതാ വലിയ ജ്ഞാനി തന്നെ. ഭാരതത്തിലെ പുണ്യനദികളിലെ എല്ലാം വെള്ളം ഈ പാത്രത്തിലേക്ക് ഞാൻ ആവാഹിക്കും. അതിൽ നിന്ന് നിനക്ക് നിന്റെ പിതാവിന്റെ ദാഹം മാറ്റുന്നതിനുള്ള വെള്ളം ശേഖരിക്കാം. സ്വാമി വെള്ളം മുഴുവൻ ഒഴിച്ചു കളഞ്ഞോ? ഓം ഗംഗേ ജയമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദാ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. കൈയടിക്കാതെ
പുണ്യജലമാണ് മകനെ ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നത്. അടുത്തതായി പുണ്യനദിയായ യമുനയിലെ ജലം നാം ഇതിലേക്ക് ആവാഹിക്കുക. യമുനയിലെ ജലവും എന്താണ്? വീണ്ടും ഒരിക്കൽ കൂടി ബ്രഹ്മപുത്രയിലെ ജലം നാം ഇതിലേക്ക് ആവാഹിക്കുക. മകനെ, നിന്റെ പിതാവിന്റെ അന്ത്യാഭിലാഷം പൂർത്തിയാക്കും. കണ്ടില്ലേ? വേണ്ട, നാം ദ്രവ്യം സ്വീകരിക്കാറില്ല. ഈ മകന്റെ ആ അച്ഛന്റെ ആഗ്രഹം നിറവേറ്റാനുള്ള മകന്റെ വ്യഗ്രത കണ്ടില്ലേ? കൊണ്ടുപോകൂ, അച്ഛന്റെ അന്ത്യദാഹം തീർത്തു വരൂ. എന്തൊരു സന്തോഷത്തിലാണ്. കണ്ടില്ലേ ഗംഗാജലം കിട്ടിയ ഒരു പറഞ്ഞറിയിക്കാൻ വയ്യ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മൂഢവിശ്വാസങ്ങൾ തള്ളിക്കളയുവിൻ. താനെ പഠിക്കാതെയൊന്നും അറിയില്ല നിങ്ങൾ സഖാക്കളെ. അറിയില്ല നിങ്ങൾ സഖാക്കളെ. എന്തിനധീനത തുടരണം. ഒന്നണം നിങ്ങൾ പഠിക്കണം. നൃത്തം ചെയ്യാൻ ഭരക്കാതിരിക്കും. മൂഢവിശ്വാസങ്ങൾ തള്ളിക്കളയുന്നു. അന്നസ്ഥാന പഠിക്കാതെയുള്ളൂ അറിയുന്ന നിങ്ങൾ സഖാക്കളെ. അന്നസ്ഥാന പഠിക്കാതെയൊന്നും അറിയില്ല നിങ്ങൾ സഖാക്കളെ. നല്ലവരായ നാട്ടുകാരെ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ട്രീറ്റ് റീൽസ് നിത്യക്കാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ. പല വേഷങ്ങളിൽ പല ഭാവങ്ങളിൽ ദിവ്യന്മാരായി കുത്തിയിട്ടുള്ളത്. നമ്മുടെ പോക്കറ്റിലെ പണം മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. ചെറിയ കരവിരുന്നുകൊണ്ട് പല കാര്യങ്ങളിൽ കാണിപ്പിച്ചിട്ടുണ്ട്. ഇത് ജനങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നത് ദാബോൾക്കർ ദിനത്തിന്റെ ദേശീയ ശാസ്ത്രബോധ അവബോധ ദിനത്തിന്റെ ഭാഗമായിട്ടാണ്. 20-ാം തീയതിയാണ് നമ്മുടെ ലോകത്താകമാനം ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള ഏറ്റവും വലിയ ഒരു സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള നരേന്ദ്ര ദാബോൾക്കർ വെടിയേറ്റ് മരിച്ചത്. ദാബോൾക്കറുടെ സ്മരണ നിലനിർത്താനാണ് ദേശീയ ശാസ്ത്ര ദിനമായി ആഗസ്റ്റ് 20 ആചരിച്ചു വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ആഴ്ച ശാസ്ത്ര ബോധ പ്രചാരണ ആഴ്ചയായി കണക്കാക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇനിയും നമ്മുടെ അനാവരണ പരിപാടികൾ തുടരാനുണ്ട്. അതിൽ തുടർച്ചയായിട്ട് ആദ്യമായി നമ്മുടെ ശാസ്ത്ര കലാകാരന്മാര്, പരിഷത്തിന്റെ പ്രഗത്ഭനായ നമ്മുടെ അവതാരകൻ, നമ്മുടെ മരിച്ചുപോയ പ്രഗത്ഭരായ ദാബോൾക്കർ, ഗോവിന്ദ് പൻസാരി, MM കാൽബുർഗി, ഗൗരി ലങ്കേഷ് എന്നീ പ്രമുഖരായ സാമൂഹ്യ പ്രവർത്തകര് ഇവിടെ തങ്ങളുടെ ഛായാചിത്രം ഇവിടെ പെട്ടെന്ന് പുനർജനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് അദ്ദേഹം ആ പ്രധാന വ്യക്തികളെ ഇവിടെ അനാവരണം ചെയ്യുകയാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് പുനർജനിപ്പിക്കുകയാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. നരേന്ദ്ര ദാബോൾക്കർ അനുസ്മരണമാണ് ഓഗസ്റ്റ് 20. ഈ ദിവസം രാത്രിയോ വനാധവം പ്രചരിപ്പിക്കുന്നതിനും അന്ധവിശ്വാസങ്ങൾക്കും വനാചാരങ്ങൾക്കും ഇതിനെ പോരാടുന്നതിനു വേണ്ടി നാം അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. നരേന്ദ്ര ദാബോൾക്കർ ഹിന്ദു തീവ്രവാദികളുടെ വെടിയേറ്റ് പിടഞ്ഞു വീണ നരേന്ദ്ര ദാബോൾക്കർ നാം സ്മരിക്കുന്നു. അടുത്തതായി ഗോവിന്ദ് പൻസാരി മഹാരാഷ്ട്ര സ്വദേശിയായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനുമായിരുന്നു. മുതിർന്ന നേതാവും ബുദ്ധിജീവിയുമായിരുന്ന ഗോവിന്ദ് പൻസാരി 2015 ഫെബ്രുവരി 20 തീവ്രവാദികളുടെ
അഗ്നിക്കിരയായി ഹിന്ദു തീവ്രവാദത്തിലെ ഇരയായി മാറിയ നരേന്ദ്രനാഥ്. അടുത്തതായി എം കൽബുർഗി, കന്നഡ സാഹിത്യകാരനും കന്നഡ സർവകലാശാലയുടെ മുൻ വിസിയുമായിരുന്ന ഡോക്ടർ എം കൽബുർഗി എന്ന മല്ലേശപ്പ മാടിവലപ്പ കൽബുർഗി അഥവാ എം കൽബുർഗി 2015 ആഗസ്റ്റ് 30 ഹിന്ദു തീവ്രവാദികളുടെ വെടിയേറ്റ് പിടഞ്ഞു വീണു പ്രഭാത സവാരിക്കിടെ. ഞാൻ ഗൗരിലങ്കയിൽ ജനനം ബംഗളൂരു. പത്രപ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയുമായിരുന്ന എന്നെ വലതുപക്ഷ ഹിന്ദു രാഷ്ട്രീയത്തെ വിമർശിച്ചതിന്റെ പേരിലും പിറന്ന കാഴ്ചപ്പാടുകളുള്ള ചിലരുടെ അസഹിഷ്ണുത കാരണമായും 2017 സെപ്റ്റംബർ 5 രാവിലെ എന്റെ വീട്ടിലെത്തിയ തീവ്ര ഹിന്ദുത്വവാദികൾ വെടിവെച്ചു കൊള്ളുകയായിരുന്നു. ലങ്കേഷ് പത്രിക എന്ന പത്രത്തിന്റെ എഡിറ്ററായ എന്നെ ഇല്ലാതാക്കുന്നതിലൂടെ അവർ ഭാവിയിൽ മാനവികതയെ ഒരു മതമായി ഉയർത്തിക്കാണിക്കുന്നവരെ ഭീഷണിപ്പെടുത്തിയതാകാം. ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ ക്രിമിനലുകൾക്ക് സാധിക്കില്ലല്ലോ. അതിനാൽ അവർ തോക്കെടുത്തു, എന്നെ വധിച്ചു. എന്നിട്ടും ഞാൻ ഉയർത്തിയ ആശയത്തെ നശിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞോ? ഒരിക്കലുമില്ല. എനിക്ക് ശേഷം അനേകം പേർ അതേ ആശയത്തെ പിന്തുണച്ചുകൊണ്ട് നിരന്തരം പോരാടുന്നു. സത്യം ഒരു നാൾ വിജയിക്കുക തന്നെ ചെയ്യും. തുടരുക. മാനവികത പുനഃസ്ഥാപിക്കാനുള്ള ഈ പോരാട്ടം തുടരുക. അറിവിനെ ആയുധമാക്കുക. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ചേളന്നൂർ മേഖല നമ്മള് ദേശീയ ശാസ്ത്രാവബോധ ദിനത്തോടനുബന്ധിച്ച് അനുബന്ധ പരിപാടിയായിട്ട് നടത്തിയിട്ടുള്ള ഡോക്ടർ ധബോൽക്കർ അനുസ്മരണ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഓഗസ്റ്റ് 20 ദേശീയ ശാസ്ത്രാവബോധ ദിനമായിട്ട് നാം ഇപ്പോൾ ആചരിച്ചു വരുന്നത്. കഴിഞ്ഞ 8 വർഷക്കാലത്തോളമായി നാം ഈ ശാസ്ത്രാവബോധ ദിനമായിട്ട് ഓഗസ്റ്റ് 20 ആചരിച്ചു വരികയാണ്. ഇന്ത്യയിലെ ജനകീയ ശാസ്ത്ര പുരോഗമന സംഘടനകള് ഈ ഒരു ദിനത്തെ ഏറ്റെടുക്കുകയും നമ്മുടെ നാടിന്റെ ഇന്നത്തെ ഈ ഒരു അവസ്ഥ നമുക്കറിയാം, വലതുപക്ഷ രാഷ്ട്രീയ നമ്മുടെ പുരോഗമന ആശയങ്ങളെയൊക്കെ തന്നെ തച്ചു തകർക്കുന്ന രീതിയിലുള്ള ഈ ഒരു ഭരണകൂടം നമ്മുടെ ഇന്ത്യയിൽ ശാസ്ത്ര പ്രചരണത്തിനും പ്രചാരകർക്കുമെതിരായിട്ടുള്ള അതിഗൂഢമായ ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഈ ഒരു സമയത്ത് തീർച്ചയായും നമ്മുടെ സമൂഹത്തിന് ശാസ്ത്ര പ്രചാരണം ഏറ്റെടുക്കുകയും നമ്മുടെ സമൂഹത്തെ ഒന്നാകെ തന്നെ അവബോധമുള്ളവരാക്കുകയും ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്തം നാം എല്ലാവരും തന്നെ ഏറ്റെടുക്കേണ്ട സാമൂഹ്യ സ്ഥിതിയിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പൈസയാണുണ്ടെങ്കിൽ ആ നയാ പൈസ പോലും തട്ടിയെടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ദൈന്യത എങ്ങനെ ചൂഷണം ചെയ്യാം, എങ്ങനെ പറ്റിക്കാം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പറയുന്നത് ശാസ്ത്രത്തിന്റെ പേരില്ല. ശാസ്ത്രീയമാണ്. എന്താണ് ശാസ്ത്രീയം? അതാണ് നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കലാകാരനായിട്ടുള്ള നാസർ മാഷ് ഇവിടെ അനാവരണം ചെയ്യുന്നത്. നമ്മുടെ അദ്ദേഹം ഒരു ശാസ്ത്ര പരീക്ഷണം, എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു ശാസ്ത്ര പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്ലാസ്സിൽ വെള്ളമുണ്ട്, വെള്ളത്തിലേക്ക് ഒരു പെൻസിൽ ഇറക്കിയിരിക്കുന്നു. പെൻസിൽ അദ്ദേഹം അതിവേഗത്തിൽ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കറക്കിക്കൊണ്ടിരിക്കുന്ന ഏത് വസ്തുവിനും അതിനൊരു കൈനറ്റിക് ഫോഴ്സ് ഉണ്ടാവും, ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവും, ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും, അല്ലേ? ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കേന്ദ്രത്തിലേക്ക് അദ്ദേഹം ആവാഹിച്ചുകൊണ്ട് എത്ര ഭാരത്തെയും പുകഴ്ത്തുവാൻ കഴിയുന്ന ആ ദിവ്യാത്ഭുതമായി ശാസ്ത്രം അദ്ദേഹം പ്രദർശിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, അതിന്റെ സത്യാവസ്ഥ അദ്ദേഹം തുറന്നു പറയും. ഇത് ശാസ്ത്രീയമാണോ? ഞാൻ പറഞ്ഞു, അത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒരു കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിച്ചാണ് ഈ ഗുരുത്വാകർഷണത്തിന് എതിരായി അദ്ദേഹം അത് നിർത്തിയതെന്ന്. പക്ഷേ എന്താണ് സത്യം? നോക്കൂ, അശോകൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ പരസ്യങ്ങളിലൊക്കെ ഈ അന്ധവിശ്വാസത്തെ ശാസ്ത്രത്തിന്റെ മേമ്പൊടി ചാർത്തിക്കൊണ്ട് ഒളിച്ചു കടത്തുന്ന ഒരു പ്രവണതയുണ്ട്. ഞാനിപ്പോ ഇവിടെ കാണിച്ചിരിക്കുന്നത് വെള്ളത്തെ, ഈ ഗ്ലാസ്സിലെ വെള്ളത്തെ ഈ പെൻസിൽ ഉപയോഗിച്ച് ശക്തമായിട്ട് തിരിക്കുക, കറക്കുക.
അപ്പോൾ ഒരു സെൻട്രിഫ്യൂഗൽ കൊളൈഡൽ ഇല്യൂഷനാണ് നടക്കുന്നത് എന്നൊക്കെ ഞാൻ പറയും. ഇതൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാനുള്ള കുറേ വാക്കുകളാണ്. ഇത് എന്താന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയില്ല. എന്നാൽ അല്പം മാത്രം സയൻസിലെ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ കേട്ടിട്ടുള്ള ആളുകൾ ഇതൊക്കെ വിശ്വസിക്കും. എന്നാൽ ഇത് ഒരു ഇൻസ്ട്രുമെന്റൽ മാജിക് ആണ്. ഈ പെൻസിലും ഈ ഗ്ലാസും അല്ലാതെ നിങ്ങൾ വേറൊരു പെൻസിലും വേറൊരു ഗ്ലാസും തന്നാൽ വെള്ളം ഏതായാലും മതി, പക്ഷെ ഈ ഗ്ലാസ് അയക്കണം, ഈ പെൻസിലും അയക്കണം. എന്നാൽ മാത്രമേ എനിക്ക് ഇത് ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് അതിന്റെ സത്യം. അല്ലാതെ സയൻസുമായിട്ട് പുലബന്ധം പോലും ഇതിന് ഞാനിപ്പോ ചെയ്ത കാര്യത്തിന് സയൻസുമായി പുലബന്ധം പോലും ഇല്ല. പക്ഷെ അശോകേട്ടൻ അത് പറഞ്ഞപ്പോ ഇവിടെ ഇരിക്കുന്ന അല്പ സയൻസ് അറിയുന്ന കുറച്ച് പേരെങ്കിലും വിചാരിച്ചു ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആയിരിക്കുന്നു. അങ്ങനെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് യഥാർത്ഥത്തിലുണ്ട്. പക്ഷെ അത് ഇവിടെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഒരിക്കലും തന്നെ ഭൂഗുരുത്ത ആകർഷണത്തിന് അതിന്റെ ശക്തിക്ക് ഉപരിയായിട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നമ്മളെ കൈകൊണ്ട് തിരിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാനൊന്നും കഴിയും. ഇതുപോലെ തന്നെ മറ്റൊന്ന്, നമ്മുടെ നാട്ടിലെ കാന്തക്കിടക്കകള്, അതുപോലെ മാഗ്നറ്റിക് ബെൽറ്റുകള്, മാഗ്നറ്റിക് ചെരുപ്പുകള്, ഇതൊക്കെ വിൽക്കാൻ വേണ്ടി വരും. നിങ്ങൾ ആരെങ്കിലും അതിന്റെ സയൻസ് ഒന്ന് അവരോട് ചോദിച്ചിട്ടുണ്ടോ? അവര് പറയുന്നത് എന്തായിരിക്കും അറിയാം? ഈ നമ്മുടെ ഏത് ഭാഗത്താണോ വേദനയുള്ളത് അങ്ങോട്ട് ആ മാഗ്നറ്റിക് ബെൽറ്റ് ഉപയോഗിക്കുന്നത് കൂടി രക്തം ഇരച്ചെത്തും, ആ അസുഖത്തെയൊക്കെ മാറ്റിക്കളയുന്നു. മണ്ടത്തരത്തിന് നൊബേൽ സമ്മാനം കൊടുക്കണം അങ്ങനെ വിശ്വസിക്കുന്നവർക്ക്. എന്താ കാര്യം എന്ന് മനസ്സിലായോ? രക്തത്തില് അയൺ ഉണ്ട്. എന്നാൽ കൂട്ടരെ, അത് നമ്മുടെ സാധാരണ 30 പൈസന്റെ കാന്തം വാങ്ങിച്ച് ആകർഷിക്കുന്ന ആ രൂപത്തിലുള്ള അയൺ അല്ല. അത് അയൺ കോമ്പൗണ്ടുകളായിട്ട് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അതിനെ മാഗ്നറ്റ് വെച്ച് ആകർഷിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഏതെങ്കിലും മാഗ്നറ്റിന്റെ അടുത്ത് കൂടെ പോകുമ്പോൾ നമ്മൾ അതിലേക്ക് അങ്ങ് ഓടിപ്പോണ്ടേ? നമ്മുടെ ഗബ്രിയേൽ ഗാർസിയ മാർക്കീസിന്റെ കഥയെ പറയുന്ന ജിപ്സികൾ വരുമ്പോ അവര് കൊണ്ടുവന്ന കാന്തം കൊണ്ട് വീട്ടിലെ ഗൃഹോപകരണങ്ങളൊക്കെ അങ്ങാടിയിലൂടെ പോകുന്ന ജിപ്സികളുടെ അടുത്തേക്ക് ഓടിപ്പോയിന്ന് ആ കഥയിൽ പറയുമ്പോൾ നമ്മൾ ഓടിപ്പോവും. എന്നാൽ അതൊക്കെ കഥകളാണ്. അങ്ങനെ നമ്മളെ ഒരിക്കലും നമ്മുടെ മേലെ ഒരു മാഗ്നറ്റിക് ബെൽറ്റ് വെച്ചിട്ടോ ചെരുപ്പ് വെച്ചിട്ടോ നമ്മുടെ ബ്ലഡിനെ ആകർഷിക്കാൻ കഴിയില്ല. മാഗ്നറ്റ് എന്ന പദവും ബ്ലഡിലെ അയൺ എന്നുള്ള പദവും ഒക്കെ കേൾക്കുമ്പോൾ ഇത് സയൻസ് ആണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. അതാണ് ഞങ്ങൾ ആദ്യമേ പറയുന്നത്. നമ്മൾ കയ്പുള്ള മരുന്ന് ഈ പഞ്ചസാരയെ പൊതിഞ്ഞ് കഴിക്കുമ്പോൾ അസത്യങ്ങളെ സയൻസിന്റെ മേമ്പൊടി ചാർത്തിക്കൊണ്ട് നമ്മളെ കൊണ്ട് വിഴുങ്ങിക്കുന്ന മാർക്കറ്റിന്റെ കപടമായ തന്ത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. അസ്ട്രോ വാച്ച്, അതുപോലെ നിങ്ങളുടെ ഒക്കെ ജന്മനക്ഷത്രത്തിന് യോജിച്ച രത്നങ്ങൾ, പിന്നെ കണ്ണ് പറ്റാതിരിക്കാൻ നസർ രക്ഷാ കവചം, പിന്നെ ധന ആകർഷണ ഭൈരവ യന്ത്രം. സത്യം പറഞ്ഞാൽ അതിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു ഉപകരണം, വിശ്വസിക്കാവുന്ന ഒരേ ഒരു ഉപകരണമേ ഉള്ളൂ, ധന ആകർഷണ ഭൈരവ യന്ത്രം. ആ യന്ത്രം തീർച്ചയായിട്ടും പൈസ ആകർഷിച്ച് എത്തിക്കും. പക്ഷെ അത് വിൽക്കുന്നവന്റെ തറവാട്ടിലേക്ക് അയക്കല്ല, നമ്മളെ വീട്ടിലേക്കല്ല. അത് വിചാരിച്ച ആരും അത് വാങ്ങണ്ട. അവന് വിലയില്ലാത്ത സാധനം വിറ്റ് പൈസ ഉണ്ടാക്കുക, അല്ല നമ്മളെ വീട്ടിലേക്ക് ആകർഷിക്കില്ല, അവന്റെ വീട്ടിലേക്ക് ആകർഷിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് പറയാനുള്ളതും ഈ പറഞ്ഞ മഹാരഥന്മാർ പറഞ്ഞു വെച്ചതും ഇത് തന്നെയാണ്. അത് ഒന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു എളിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു തുറന്ന പുസ്തകമായിട്ട് അല്ലെങ്കിൽ വലിയ കലാപരിപാടി നടത്തുക എന്നുള്ളതല്ല, ഞങ്ങളുടെ ആശയങ്ങൾ ചില പ്രവർത്തനങ്ങളിലൂടെ ധരിപ്പിക്കുക എന്നുള്ള പരിഷത്തിന്റെ വർഷങ്ങളായുള്ള ആളുകളെ ശാസ്ത്ര വിദ്യാഭ്യാസം ചെയ്യിക്കുന്ന അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും ഇവിടെ ചെയ്ത കാര്യങ്ങളിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാം. ആ സംശയം ഞങ്ങൾ അറിവിനെ ഒരിക്കലും ഒരു നിഗൂഢ ആയുധമാക്കി വെക്കാറില്ല. പകരം എല്ലാവർക്കും ആ അറിവ് പകർന്നു നൽകുക എന്നുള്ളതാണ്. ജ്ഞാന ചൂഷണാനന്ദനങ്ങളായിട്ട് ഞങ്ങൾ മാറാറില്ല. ജ്ഞാന പ്രേഷണാനന്ദമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. അത് നിങ്ങളിലേക്ക് പ്രേഷണം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതാണ് അതിനു വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ വേഷം കെട്ടി വന്നിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഇവിടെ തന്നെത്താൻ തീ ഉണ്ടാക്കിയത് സുഹൃത്തുക്കളെ, അത് കുറച്ച് കാൽസ്യം കാർബൈഡും ഒരു തരി
സോഡിയം മെറ്റലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്ന കാര്യമാണ്. രണ്ടാമത് ഞാൻ നമ്മുടെ മീറ്റാബാബയായിട്ട് മധുരമുള്ള വെള്ളത്തെ മധുരമുള്ളതാക്കിയത് നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഷുഗർ ഫ്രീ എന്ന് പറയുന്ന നമ്മുടെ ജോൺസൺ കമ്പനിയുടെ ആ ഒരു മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രമേഹ രോഗികൾ ഉപയോഗിക്കുക. അത് ഞാൻ എൻ്റെ കയ്യിൽ പുരട്ടി വെച്ചതായി, അതിലും മറ്റൊന്നുമില്ല. പിന്നെ ഇതാണ് ഷുഗർ ഫ്രീ. പിന്നെ ആ ഒരു പാത്രം ഇങ്ങനെ വെള്ളം തുടച്ചായിട്ട് മേടിക്കുക. അത് ഗംഗാജലമല്ല, യമുനാജലം. ഇവിടുത്തെ ഏതൊരു ഹോട്ടലിന് കുറച്ച് പൈപ്പിൽ നിന്ന് എങ്ങാണ്ടെടുത്ത വെള്ളമാണ്. അത് ആ പാത്രത്തിലേക്ക് വന്ന് അതതിൻ്റെ 2 അറയുണ്ട്. അത് അന്തരീക്ഷ മർദ്ദത്തിന്റെ സഹായത്തോടെ കാണിക്കുന്ന ഒരു സയന്റിഫിക്, ഒരു സാധാരണ മാജിക്കാണ്. വെറും ഒരു ശാസ്ത്ര പരീക്ഷണം മാത്രമായിട്ട് അതിനെ കാണേണ്ടതുള്ളൂ. മറ്റൊന്ന് നമ്മൾ ചെയ്തത് കാർബൈഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ലഡു എടുത്തതും ആ ലഡു നമ്മുടെയൊക്കെ എല്ലാവരും പറയും മനുഷ്യരുടെ കണ്ണ് വളരെ പെർഫെക്റ്റ് ആണ് എന്ന്. വെറുതെ അങ്ങനെ അഹങ്കരിക്കേണ്ട. എല്ലാ വർണ്ണങ്ങളെയും ഒന്നും കൃത്യമായി തിരിച്ചറിയാനുള്ള കഴിവൊന്നും നമ്മുടെ കണ്ണിന് അത്രയൊന്നുമില്ല. മറ്റ് ജീവികളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന് കഴിവ് കുറവാണ്. കണ്ണിന്റെ ആ ക്ഷമതക്കുറവിനെയാണ് ഞാനൊരു മാജിക്കിലൂടെ ഉപയോഗിച്ചത്. ആദ്യം കാണിച്ചത് കരിയാണെന്ന് നിങ്ങൾ വിചാരിക്കുക, അത് കരിയല്ലായിരുന്നു. തന്നത് കരിയാണ്, ഗ്ലാസ്സിലുള്ളത് കരിയല്ല. അതിന്റെ മറവിൽ ഞാൻ ആ ലഡു ഒളിപ്പിച്ച് വെച്ചിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ടാണ്, ആ ഒരു തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. എനിക്കൊന്നും അന്തരീക്ഷത്തിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയില്ല. സ്വർണ്ണമാല ഞാൻ അന്തരീക്ഷത്തിൽ നിന്ന് ഉണ്ടാക്കിയതല്ല. എൻ്റെ മകളുടെ മാലയാണ്, സ്വർണ്ണമാലയാണ് ഞാൻ കൊണ്ടുവന്നത്. ഇത് സ്വർണ്ണമല്ലാന്ന് ആരെങ്കിലും പിടിച്ച് വാങ്ങിയിട്ട് എൻ്റെ പുറത്ത് പൊതുയോഗം കൂടെ ഉണ്ടാന്ന് വിചാരിച്ചിട്ട് ഒറിജിനൽ സ്വർണം തന്നെ ഞാൻ കൊണ്ടുവന്നത്. അത് വേണേ ഇപ്പം പരീക്ഷിക്കാൻ വേണ്ടി എങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ കൈക്കുള്ളിൽ ഒളിപ്പിച്ച് വെച്ചത് തന്നെയാണ്. അങ്ങനെ സ്വർണ്ണമൊന്നും ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും ചായ ഉണ്ടാക്കിയത് ചാലനം, സംവഹനം, വികിരണം 3 തരത്തില് ചൂട് പ്രേഷണം ചെയ്യുന്നതിനെ തടയാൻ ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ട്. അത് അവലംബിച്ചാൽ നിങ്ങൾക്ക് തലയിലോ നിങ്ങളുടെ കയ്യിലോ വായിലോ എവിടെ വേണമെങ്കിലും തീ കത്തിക്കാം. അതായത് ആ തുണി വെച്ചതിന് പിന്നിലാണ് അതിന്റെ രഹസ്യം കിടക്കുന്നത്. പിന്നെ മണ്ണെണ്ണ വെച്ച് കത്തിക്കുമ്പോൾ അതിന്റെ ഫ്ലെയിം മുകളിലോട്ടേ പോകുള്ളൂ. ആ തുണി ഞങ്ങൾ നനച്ചിരുന്നു. ഇത് ചെറിയ കുട്ടികൾ ആരെങ്കിലും കണ്ടു നിൽക്കുന്നെങ്കിൽ വീട്ടിൽ പോയിട്ട് ആരുടെയും തലയിലും തീ കത്തിക്കരുത്. അത് ശാസ്ത്രീയമായ ചില പ്രീക്കോഷൻസ്, ചില മുൻകരുതലുകൾ എടുത്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. എന്തായാലും അതും ദിവ്യശക്തിയല്ല. തീ കൊള്ളാതിരിക്കാനുള്ള ഒരു അത്ഭുത സിദ്ധിയും എനിക്കില്ല. പിന്നെ വായിൽ വെച്ച് കത്തിച്ചത് കർപ്പൂരമാണ്. അതിന് ഉത്പാദനം എന്നുള്ള സ്വഭാവമുണ്ട്, അതായത് സപ്ലിമേഷൻ. അത് നേരിട്ട് വാതകമായി മാറുകയുള്ളൂ, ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകമാവില്ല. അതുകൊണ്ടാണ് എനിക്ക് വായിൽ വെച്ച് കത്തിക്കാൻ കഴിയുന്നത്. ഇവിടെ ഓപ്പൺ സ്പേസ് ആയിട്ടാണ്, അതൊരു ഹാളിനുള്ളിലാണ്. ഈ കാറ്റില്ലാത്ത സ്ഥലത്താണെങ്കിൽ 1 മിനിറ്റിലധികം സമയം അങ്ങനെ കത്തിക്കാൻ കഴിയും. കാരണം ചൂടായ വായു മുകളിലേക്കേ പോകുള്ളൂ, അതിന്റെ ഫ്ലെയിം മുകളിലേക്കേ പോകുള്ളൂ. പക്ഷെ ഇത്തിരി പരിശീലനം അതിനാവശ്യമുണ്ട്. നമ്മൾ ശ്വാസം പിടിച്ച് അതിന്റെ ഫ്ലെയിം എങ്ങോട്ടാ നോക്കി അതിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ ഈ ഇരിക്കുന്ന ആർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്തത്. ഒരു പരിശീലനത്തിന് നേടിയെടുത്തതാണ്. ഇതല്ല മാജിക്കുകൾ ഇനി ഒട്ടനവധിയുണ്ട്. സ്കൂളുകളിലൊക്കെ ഞങ്ങൾ ഇത്തരം പരിപാടികളായിട്ട് ചെല്ലാറുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ കുട്ടികളോട് ഇത് തന്നെയാണ് പറയുന്നത്. ഇതൊന്നും ദിവ്യശക്തിയല്ല, മറിച്ച് എല്ലാ മനുഷ്യർക്കും ഒരുപോലുള്ള കഴിവേ ഉള്ളൂ. അല്പം ചില പാടാനോ ആടാനോ ഒക്കെയുള്ള കഴിവിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷേ ദിവ്യമായ ശക്തി ആർക്കുമില്ല, എനിക്കുമില്ല, ഈ ഇരിക്കുന്ന മറ്റാർക്കുമല്ല ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. എല്ലാവർക്കും നല്ല നമസ്കാരം. പരിഷത്ത് ശാഖന്നൂർ മേഖലയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടന്ന ഈ ശാസ്ത്ര അവബോധ ജനപരിപാടി, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കലാകാരന്മാരെയും ഈ പരിപാടി സസൂക്ഷ്മം വീക്ഷിച്ച ഈ പ്രദേശത്തെ കക്കോടിയിലെ മുഴുവൻ പരിഷത്ത് പ്രവർത്തകരെയും അതുപോലെ തന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന മുഴുവൻ ബഹുജനങ്ങളെയും കമ്മിറ്റിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതൊരു പ്രൊഫഷണൽ കളിക്കാരൊന്നുമല്ല, അഭിനേതാക്കളല്ല നിങ്ങളുടെ മുമ്പിൽ ഈ പരിപാടികൾ അവതരിപ്പിച്ചത്. അവർ വെറും അമേച്ചറാണ്. അതുകൊണ്ട് തന്നെ അതിലുണ്ടായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ നിങ്ങളെല്ലാവരും സ്വയം ക്ഷമിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നും ജനങ്ങൾക്കൊപ്പം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.